ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഷാനവാസിന് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ്. കാരണം ഷാനവാസിനൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാനവാസ് അതിഗംഭീരമായിട്ട് ആ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിന് ബിഗ് ബോസിൻ്റെ വക അഭിനന്ദനം. പിന്നെ ഷാനവാസിൻ്റെ കൂടെ കൂട്ടുനിന്നവർക്കും അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ്. കാരണം ടാസ്ക് ഇതായിരുന്നു, ആദിലയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. കാരണം ഷാനവാസിനോട് ആദ്യം ചോദിച്ചു സീക്രട്ട് റൂമിൽ വിളിച്ചിട്ട്, ഒരാളെ മിഡ് എവിഷൻ ഫേക്കായിട്ട് പുറത്താക്കണം, അത് ആരെ ആക്കണമെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് ആദിലയാണ് പറഞ്ഞത്. അതിന് 6 പേര് വോട്ട് ചെയ്യണം, 6 പേരെ അതിന് കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഷാനവാസ് ബിഗ് ബോസിനോട് ഒക്കെ പറഞ്ഞ് അങ്ങനെ ലക്ഷ്മി, സാബുമോൻ, അക്ബർ, ആര്യൻ, നെവിൻ ഇവരെ 6 പേരെയും കൂടെ ചേർത്ത് 6 പേരോടും പറഞ്ഞു, ഇങ്ങനെ ടാസ്ക് തന്നിരിക്കുകയാണ്, അതിലെ പുറത്താക്കണം, ബിഗ് ബോസ് മിഡ് ഡേ വിഷനായിട്ട് വിളിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ വിളിച്ച് അങ്ങനെ ഓരോരുത്തരും എവിക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ആദ്യം അനീഷിന് അറിയില്ലായിരുന്നു. അനീഷ് ആര്യനെതിരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞ് ഇവനെ പുറത്താക്കണം, കള്ളനാണ്, അങ്ങനെ ഒരുപാട് മോശമായ രീതിയിലാണ് ആര്യനെക്കുറിച്ച് അനീഷ് പറഞ്ഞത്. എന്നാൽ അനീഷിന് ഇത് സീക്രട്ട് ടാസ്ക് ഒന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി വന്നവരെല്ലാം സാബുമോനും അക്ബറും എല്ലാവരും ആദിലെ പുറത്താക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ആദിലയോട് ബിഗ് ബോസ് പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് വരാൻ. അപ്പോൾ ഷാനവാസിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വന്നപ്പോൾ ഷാനവാസ് മൈൻഡ് ചെയ്യാതെ പോയി. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ആദിലയെ യാത്രയാക്കാനായിട്ട് ഗാർഡൻ ഏരിയയിൽ മെയിൻ വാതിൽക്കൽ വന്ന് സെൽഫി എടുക്കാൻ നേരത്ത് അപ്പോൾ ആദില പറഞ്ഞ്, ഇയാളെ വിളിക്കണ്ട, ഷാനവാസ് നിൽക്കാൻ പാടില്ലെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ സെൽഫി എടുത്ത് മെയിൻ ഗേറ്റിൽ കൂടെ പോകാനായിട്ട് നിന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത്, ആദില തിരിച്ച് പൊക്കോളൂ ഹൗസിനകത്തോട്ട്, കാരണം ഇതൊരു ഫേക്കാണെന്ന്. അങ്ങനെ ഷാനവാസ് ആ ടാസ്കിൽ നല്ല രീതിയിൽ വിജയിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഷാനവാസിന് അഭിനന്ദനം അറിയിച്ച്. അപ്പോൾ ആദിലയും നൂറയും കൂടെ രണ്ടുപേരും എവിക്ഷൻ റൗണ്ടിൽ ഷാനവാസിനെതിരായിരുന്നു പറഞ്ഞത്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഷാനവാസിന് സോറി പറഞ്ഞ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന്